ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ ഒരു കൊച്ചു ഗ്രാമമാണ് തയ്യോട്ടുചിറ. കമ്മസൂഫി റളിയല്ലാഹു അൻഹു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഷെയ്ഖാണ് കമാലുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്നവരുടെ നാമധേയത്തിലൂടെയാണ് തയ്യോട്ടുചിറ പുറംലോകത്ത് അറിയപ്പെടുന്നത്. ഇവിടെയാണ് സത്യപ്പള്ളിയും കമ്മസൂഫി മക്കാമും സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായി ഈ കൊച്ചുനാടിന് പ്രാധാന്യവും മഹിമയും നേടിക്കൊടുത്തതും സന്ദർശക വ്യൂഹത്തെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതും അവ രണ്ടും തന്നെയാണ്. ഹിജറ 1190 തയ്യോട്ടുചിറയിൽ തന്നെയാണ് മഹാന്റെ ജനനം. തൻ്റെ വളർച്ചയും ഉയർച്ചയും സേവനവും വഫാത്തും എല്ലാം തയ്യോട്ടുചിറയിലായിരുന്നു. അത് തന്നെയാണ് മഹാന്റെ പ്രത്യേകതയും. പല മക്കാമുകളിലും അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ പലരും നാട്ടുകാരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുൻകാല ചരിത്രങ്ങൾ അജ്ഞാതമായിരിക്കും. മഹാനവറുകളുടെ പിതാവ് അബ്ദുൽ അസീസും മാതാവ് ഖദീജ ബീവിയുമാണ്. സ്വദേശത്ത് വെച്ചു തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അക്കാലത്തെ ഉന്നത പഠന കേന്ദ്രമായിരുന്ന പൊന്നാനി ദർസിൽ ചേർന്നു. പണ്ഡിത പ്രതിഭയും സൂഫവേദ്യനുമായിരുന്ന മമ്മിക്കുട്ടി ഖാസിയായിരുന്നു അവരുടെ ദർസ് നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണം സ്വീകരിച്ച് ഏതാനും വർഷം അവിടെ ചെലവഴിച്ചു. ആ കാലം കൊണ്ട് മതവിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു. പഠനാനന്തരം ഗുരുവിൻ്റെ ആശീർവാദത്തോടെ തൻ്റെ ജന്മദേശത്തേക്ക് തിരിച്ചു. നാട്ടിൽ ഒരു ദീനി ചൈതന്യത്തിൻ്റെ നവോന്മേഷം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതുമാണ്. തയ്യോട്ടുചിറ മഹലിൽ ജുമുഅ സ്ഥാപിക്കുന്നതിന് മുമ്പ് മഹാനവറുകൾ ജുമുഅക്ക് പോയിരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് പുരാതനമായ പുത്തനത്താണി ശുഹദാക്കളുടെ പള്ളിയിലായിരുന്നു. വാഹനങ്ങളോ മറ്റു യാത്രാ സൗകര്യങ്ങളോ ഇല്ലാത്ത അക്കാലത്ത് കാൽനടയായി തന്നെയായിരുന്നു യാത്ര. വയലുകളും കൊച്ചു ജലാംശങ്ങളും കൃഷിയിടങ്ങളും നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ നടപ്പാതയിലൂടെ വേണം യാത്ര ചെയ്യാൻ. ജുമാ നിസ്കാരാനന്തരം കമ്മസൂഫി റളിയല്ലാഹു അൻഹു സ്വദേശത്തേക്ക് തിരിച്ചു. വഴിമധ്യയുള്ള ഒരു എള്ളിൻ കൃഷിയിടവും പിന്നീട് മഹാൻ നടന്നു നീങ്ങി. സാമാന്യം നീണ്ട കാൽനട കഴിഞ്ഞ് വീട്ടിലെത്തി കയ്യിലുണ്ടായിരുന്ന കുട താഴെ വെച്ചു. തിരിഞ്ഞു നോക്കിയ മഹാനവറുകൾ ഞെട്ടിപ്പോയി. കുടയിൽ ഒരു എള്ളിൻ്റെ കതിര് കണ്ടു. സുബ്ഹാനല്ലാഹ്, അവരുടെ കൃഷിയിടത്തിലെ എള്ള്! ഞാൻ എന്തു ചെയ്യും? ഉടമസ്ഥൻ അത് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? മരണാനന്തരം അല്ലാഹുവിൻ്റെ കോടതിയിൽ എന്തു ബോധിപ്പിക്കും? ഇനി സമയം പാഴാക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവിൻ്റെ ക്ഷീണം വകവെക്കാതെ അദ്ദേഹം തിരിച്ചു നടന്നു. പുത്തനങ്ങാടിയിലെത്തി എള്ളുടമയെ അന്വേഷിച്ചു കണ്ടെത്തി. അത് തിരികെ കൊടുത്ത് വീട്ടിലേക്ക് മടങ്ങി. വളരെയധികം സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തിയിരുന്ന വലിയൊരു മഹാനാണ് കമ്മസൂഫി റളിയല്ലാഹു അൻഹു. തയ്യോട്ടുചിറ ജുമുഅത്ത് പള്ളി സത്യപ്പള്ളി എന്ന പേരിലാണ് പണ്ട് മുതലേ അറിയപ്പെട്ടിരുന്നത്. പല സങ്കീർണ പ്രശ്നങ്ങൾക്കും ഇവിടെ വന്ന് സത്യം ചെയ്ത് പരിഹാരം നേടുന്നത് പതിവാണ്. 2 പതിറ്റാണ്ട് മുമ്പ് ജ്വല്ലറിയിൽ നിന്ന് ഒരു മുസ്ലിം സുഹൃത്ത് ഒരു ആഭരണം വാങ്ങി. വിശ്വസ്തതക്ക് പ്രശസ്തിയാർജിച്ച ഒരു ജ്വല്ലറിയും സ്ഥാപനവുമായിരുന്നു അത്. ദിവസങ്ങൾ പിന്നിട്ട് ഈ സ്വർണം മാറ്റി കുറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ ആഭരണവുമായി ഉടമ ജ്വല്ലറിയെ സമീപിച്ചു. ഇത് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതല്ല, ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് ജ്വല്ലറി ഉടമ മറുപടി പറഞ്ഞു. ഇതുതന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് വാങ്ങിയത് എന്ന് ഉടമ തറപ്പിച്ചു പറഞ്ഞപ്പോൾ ജ്വല്ലറിക്കാരൻ പറഞ്ഞു, ശരി, എന്നാൽ അക്കാര്യം നിങ്ങൾ കമ്മസൂഫി മക്കാമിൽ വന്ന് സത്യം ചെയ്തു തന്നാൽ മതി. ഞാൻ നിങ്ങളുടെ പണം തിരിച്ചു തരാം. ഇത് നിർമ്മിച്ച തട്ടാൻ എൻ്റെ കണ്ണുവെട്ടിച്ച് വല്ല കൃത്രിമവും ഒപ്പിച്ചിട്ടുണ്ടാവുമോ എന്ന പഴുതും കൂടി അടക്കാൻ വേണ്ടി അവനോടും സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്രകാരം 2 പേരും സത്യം ചെയ്തെങ്കിലും കള്ളൻ സത്യം ചെയ്തത് ആഭരണ ഉടമയെ അപ്രത്യക്ഷനായി. അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും പിന്നീട് ഒരാൾക്കും അറിയപ്പെട്ടിട്ടില്ല.
കഥാപാത്രങ്ങൾ പലരും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പേരുകളും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, മമ്പുറം തങ്ങളുടെ കാലത്താണ് ജീവിച്ചിരുന്ന മഹാനാണ് നമ്മുടെ കമ്മസൂഫി റളിയല്ലാഹു അൻഹു അവർകൾ. കുറുപ്പ് എന്ന് വിളിപ്പേരുള്ള ഒരു മുസ്ലിം സുഹൃത്ത് മമ്പുറം തങ്ങളുടെ അടുത്ത് വന്നു കൂടിയിരുന്നു. മാറാത്ത വയറുവേദന സുഖപ്പെടലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കമ്മസൂഫി റളിയല്ലാഹു അൻഹു മമ്പുറത്ത് ഇടയ്ക്കിടെ ചെല്ലുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ തങ്ങളുടെ കുറുപ്പിനോട് പറഞ്ഞു, നീ ഇപ്പോൾ കമ്മസൂഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ പോവുക. അങ്ങനെ കമ്മസൂഫിയോടൊപ്പം തയ്യൂട്ടുചിറയിൽ വന്ന് താമസിക്കുകയായിരുന്നു. അസുഖം ഭേദപ്പെട്ടാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കുമെന്നും ഷഹീദായി മരിക്കുമെന്നും അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം കുറുപ്പിനെ കാണാതായി. പിന്നീട് ഒരിക്കൽ കമ്മസൂഫി റളിയല്ലാഹു അൻഹു മമ്പുറത്ത് ചെന്നപ്പോൾ പ്രസ്തുത കുറുപ്പിനെ അവിടെ വെച്ച് കണ്ടു. രോഗമെല്ലാം സുഖപ്പെട്ടിരിക്കുന്നു. കുശലാന്വേഷണങ്ങളെല്ലാം നടത്തി കമ്മസൂഫി റളിയല്ലാഹു അൻഹു കുറുപ്പിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. അദ്ദേഹം ഇസ്ലാമായതിനു ശേഷം വീണ്ടും തയ്യോട്ടുചിറയിൽ വന്ന് മഹാന്റെ കൂടെ താമസിച്ചു. ഇസ്ലാമായതിനു ശേഷം അബ്ദുറഹ്മാൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. പിൽക്കാലത്താണ് ഔറാനുപ്പാപ്പ എന്ന പേരിൽ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ആയിടക്കാണ് ഇവിടെ അടുത്ത് ഒരു ലഹള നടക്കുന്നതായി ഔറാനുപ്പാപ്പ അറിഞ്ഞത്. ഷഹീദാവാനുള്ള മോഹത്തിലാവാം അറിയേണ്ട താമസം അദ്ദേഹം അങ്ങോട്ട് കുതിച്ചു. ആ ലഹളയിൽ ശത്രു അദ്ദേഹത്തെ കൊലപ്പെടുത്തി ഒരു ചാണകക്കുഴിയിലേക്ക് എറിഞ്ഞു. കമ്മസൂഫി റളിയല്ലാഹു അൻഹു തൻ്റെ സുഹൃത്തും അനുയായിയുമായിരുന്ന ഔറാനുപ്പാപ്പാനെ കാണാത്തതിൽ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. കമ്മസൂഫിയോട് പറഞ്ഞു, നിങ്ങളവിടെ സുഖമായി കിടക്കുകയാണല്ലോ, ഞാനിവിടെ ചാണകക്കുഴിയിലാണ്. ഈ നജസിൽ നിന്ന് ഒന്ന് കയറിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഉടനെ അദ്ദേഹം ലഹള നടന്ന സ്ഥലം അന്വേഷിച്ചു കണ്ടുപിടിച്ചു. അവിടെ ഒരു ഖബർ മാതിരി ചാണകത്തിൽ നിന്ന് ചിതൽപുറ്റു ഉയർന്നു വന്നതായി കാണുകയും അത് മാന്തിയെടുത്ത് കമ്മസൂഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിനോടടുത്ത് ഖബറടക്കുകയും ചെയ്തു. കമ്മസൂഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തന്നെ ഔറാനുപ്പാപ്പാൻ്റെ ജനാസയിൽ നേർച്ചയും മറ്റും നടത്തിയിരുന്നതായി ധാരാളം ആളുകളിൽ നിന്ന് അറിയാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ കമ്മസൂഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അനുഭവങ്ങളും പറയാനുണ്ട്. പതിറ്റാണ്ടുകളോളം ആത്മീയ മേഖലകളിലും കർമ്മരംഗത്തും ജ്വലിച്ചു നിന്ന ആ മഹാൻ ഹിജ്റ 1249 ദുൽഹജ്ജ് 7 അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു. ജീവിതകാലത്ത് താൻ നിർമ്മിച്ച പള്ളിക്ക് സമീപം തന്നെയാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. അള്ളാഹു അവരുടെ എല്ലാ ബർക്കത്തുകൊണ്ടും നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.